യെസ് ആനന്ദിലേക്ക് ഞാൻ തിരിച്ചെത്താം. ആനന്ദ്, ഇപ്പോൾ ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ PTT ആചാരി കൂടി ചേരുന്നു നമ്മോടൊപ്പം. PTT ആചാരി, ഇന്ന് രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച് ഒരു പ്രത്യേക പ്രമേയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രമേയത്തിൽ നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനമന്ത്രി മറുപടി പറയുകയും ചെയ്തിരിക്കുന്നു. ഒരു മതത്തിൻ്റെ ദേവാലയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഒരു ചർച്ച നടക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അസാധാരണമാണ്? ആണെങ്കിൽ അത് എത്രത്തോളമാണ്? തികച്ചും അസാധാരണമായ ഒരു 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 ഒക്കേഷനാണത്, ചർച്ചയാണത്. കാരണം പാർലമെന്റിൽ ചർച്ച വരിക എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ ഇഷ്യൂസ് പാർലമെന്റിൽ കൊണ്ടുവരിക, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റെസ്പോൺസ് അതിലുണ്ടാവുക. ഇതാണ് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയുടെ സ്വഭാവം എന്ന് പറയുന്നത്. പബ്ലിക്കിന്റെ ഇഷ്യൂസ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് വരുമ്പോൾ ഗവൺമെന്റ് അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിന് ഗവൺമെന്റ് അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാകും. ഇതാണ് ആ ചർച്ചയുടെ ഒരു സ്വഭാവം. പക്ഷേ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ആരാധനാ സ്ഥലം ഉണ്ടാക്കുകയും അവിടെ ഒരു പ്രതിഷ്ഠ നടത്തുകയും ചെയ്തതിനെ കുറിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ അവിടുത്തെ ആ റൂൾ അനുസരിച്ച് 193 അനുസരിച്ചുള്ള ഡിസ്കഷൻ, ഒരു ചർച്ച നടന്നത് സാധാരണഗതിയിൽ പബ്ലിക്കിനെ സംബന്ധിക്കുന്ന, പബ്ലിക് ലൈഫിനെ സംബന്ധിക്കുന്ന അതുപോലുള്ള കാര്യമായ എന്തെങ്കിലും ഇഷ്യൂസ് പാർലമെന്റിൽ കൊണ്ടുവരുന്നതിനാണ് ഈ റൂള് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഒരു ആരാധനാ സ്ഥലം ഉണ്ടാക്കി അത് അവിടെ ഒരു പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ആ സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ചർച്ച നടത്തേണ്ടത് ജനങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണ്, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് അവിടുത്തെ ചർച്ചാ വിഷയമാവേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലൊരു വിഷയം കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് വളരെ അസാധാരണമാണ്. ആരാധനാ സ്ഥലം ഏത് മതത്തിന്റെ ആയാലും ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യുക, അത് വേറെ ഇഷ്യൂ ആണത്. അത് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു ഇഷ്യൂ ആണത്. അതിനപ്പുറത്ത് പാർലമെന്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ഇങ്ങനൊരു ഇഷ്യൂ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത്, അതൊരു സെക്യുലർ പാർലമെന്റിൽ അത് എത്രത്തോളം ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ ബ്ലോക്കില് ഇക്കാര്യത്തിൽ രാവിലെ ചർച്ച ചെയ്തിരുന്നു എങ്കിൽ പോലും ഒരു ഭിന്നത രൂപപ്പെട്ടു എന്നാണ് നേരത്തെ ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പറഞ്ഞത്. ചിലർ പങ്കെടുക്കണം എന്ന നിലപാടെടുത്തു, ചിലർ പങ്കെടുക്കരുത് എന്ന നിലപാടെടുത്തു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരുന്നതിനെതിരെ തന്നെ ശക്തമായി രംഗത്ത് വരണം എന്നാവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് അടക്കമുള്ളവർ പങ്കെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ വാദം നേരത്തെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്, പങ്കെടുത്തില്ല എങ്കിൽ BJP അത് ഉപയോഗിക്കുമെന്നാണ്. ഇപ്പോൾ കോൺഗ്രസ് അവിടെ ചെന്നില്ല എങ്കിൽ കോൺഗ്രസിനെതിരെ നരേന്ദ്രമോദി ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്, അത് വലിയ പ്രചാരണമായി ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വരാൻ പാടില്ല എന്ന നിലപാട് എടുക്കണമായിരുന്നു മറ്റ് കക്ഷികൾ എന്നാണോ PTT ആചാരി താങ്കൾ പറയുന്നത്? അല്ല, എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പാർലമെന്റിലെ ചർച്ചകൾക്കൊരു പ്രാധാന്യമുണ്ട്, അതിന് ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അത് ജനങ്ങളുടെ പ്രതിനിധികൾ ഉന്നയിക്കുന്ന ഒരു സ്ഥലമാണത്. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അവയ്ക്ക് പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ ഗവൺമെന്റിനെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു 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 സ്വഭാവമാണ് അവരുടെ ചർച്ചകൾക്കുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇങ്ങനൊരു ചർച്ചയ്ക്ക് പാർലമെന്റിൽ ഇങ്ങനൊരു ചർച്ച ഉണ്ടാവുന്നത്, അതിന്റെ ഒരു പ്രസക്തി തീരെ മനസ്സിലാവുന്നില്ല. തീർച്ചയായും ദയവായി തുടരുക PTT ആചാരി.